ഇതേപോലുള്ള പ്ലെയിൻ ടീഷർട്സ് ഒക്കെ കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, കോളേജിൽ പോകുന്ന കുട്ടികൾക്ക്, എന്തിനു വീട്ടിലിരിക്കുന്നവർക്ക് പോലും ഈസിലി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. ഇതെങ്ങനെയാണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സംതിങ് ഗുഡ് അബൌട്ട് ദ സൊസൈറ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ പോലും സ്വന്തമായിട്ട് ഏൺ ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പൊ അതുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പൊ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ഹോം ഇൻകം മെത്തേഡ്സ് അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ വാട്ട് ഐ മീൻ ബൈ ദിസ് എന്താന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഷർട്ട്സ് ഉണ്ടാവും. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് പൈസയ്ക്ക് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ലോക്കൽ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങാനായിട്ട് പറ്റും. വളരെ കുറച്ച് പൈസ മാത്രമേ ഇതിന് ആവുള്ളൂ. ഇനി അങ്ങനത്തെ കുറച്ച് ഷർട്ട്സ് നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കുറെ പ്രിന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വിൽക്കാനായിട്ട് പറ്റും. ഇതിൽ പ്രിന്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അല്ല. നമുക്ക് തേർമൽ സ്റ്റിക്കേഴ്സ് വാങ്ങാനായിട്ട് പറ്റും. അത് യൂസ് ചെയ്തിട്ട് അതും നമ്മുടെ അയൺ ബോക്സും യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാം സെറ്റ് ആയി കിട്ടും കേട്ടോ. ഇനി നമ്മുടെ റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള ടീഷർട്സിനൊക്കെ നമുക്ക് ഇതുപോലെ വളരെ കുറച്ച് വിലയ്ക്ക്, അതായത് 200 രൂപ 100 രൂപയ്ക്കൊക്കെ വാങ്ങാനായിട്ട് പറ്റും ഒന്നിലധികം ടീഷർട്സ്. ഇനി സ്റ്റിക്കേഴ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ട് ആയിട്ടുള്ള കൃഷ്ണന്റെയും കഥകളിയുടെയും കൃഷ്ണന്റെ രാധയുടെയൊക്കെ ഇതുപോലെ നല്ല അടിപൊളി ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് കിട്ടും. അതും 100 സംതിങ് റുപ്പീസിനൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി അതിൽ നിന്ന് വിലക്കുറവിനുള്ളതുണ്ട് കേട്ടോ. ഒരു 84 രൂപ 91 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിനുണ്ടാവും. എങ്ങനെ പോയാലും ഒരു 500 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഇതിന്റെ റോ മെറ്റീരിയൽസ് വാങ്ങാനായിട്ട് പറ്റും. 500 ആവില്ല, അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആവുള്ളൂ. അറിയാനുള്ള ഒരുപാട് പേര് ഈ മെയിൻ ബിസിനസ്സിലേക്കൊക്കെ വരുന്നതിന് മുന്നേ ചെയ്തു വന്നിരുന്ന ഒരു പ്രോസസ് ആണ് ഈ ഒരു ടീഷർട്ട് സെല്ലിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് എന്തായാലും ആവശ്യമുണ്ടാവും. കുറച്ച് പൈസയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീഷർട്ട്സ് വാങ്ങാം, അതുപോലെ തെർമൽ സ്റ്റിക്കേഴ്സ് ഒക്കെ വാങ്ങാൻ പറ്റും. വളരെ കുറച്ച് പൈസ ആവുള്ളൂ. ആദ്യം തന്നെ നമ്മുടെ ടീഷർട്ട്സ് എന്തായാലും എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മുടെ ഈ ഒരു തെർമൽ സ്റ്റിക്കർ വെച്ചിട്ട് നമ്മൾ അയൺ ബോക്സ് വെച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അത് അതിലേക്ക് സ്റ്റിക്ക് ഓൺ ആയി കിട്ടും. സ്റ്റിക്ക് ഓൺ ആയി കിട്ടിയ പിന്നെ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. സ്റ്റിക്കോണായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് റെഡി ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് അത് വിറ്റാൽ മാത്രം മതി. ഇനി വിൽക്കുക എന്നുള്ളതാണ് ഇതിലൊരു മെയിൻ ഭാഗം എന്ന് പറയുന്നത്. പൈസ വേണ്ടേ? ഇനി ആ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഡിഫറെന്റ് മെത്തേഡ്സ് വഴി നമുക്ക് വിൽക്കാനായിട്ട് പറ്റും. ഒന്ന് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് സെല് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ പോസ്റ്റ് ഓൺ പിൻട്രസ്റ്റ്. അതും സെയിം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തന്നെയാണ്. അപ്പോൾ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ആപ്പാണ് ഈ വിഷ് ലിങ്ക് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ വിൽക്കുന്ന പ്രോഡക്റ്റിന്റെ ലിങ്ക് നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഈ വിഷ് ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷ് ലിങ്ക് വഴി നമ്മുടെ ഓൺ പ്രോഡക്റ്റ് എങ്ങനെയാണ് നമുക്ക് പ്രൊമോട്ട് ചെയ്ത് ലിങ്ക് ക്രിയേറ്റ് ചെയ്തൊക്കെ സെല് ചെയ്യാൻ പറ്റുന്നതെന്ന് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയാവും. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതിയാവും. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് മീഷോ പോലുള്ള ആപ്സ് വഴി നമുക്ക് ഇതൊക്കെ സെല് ചെയ്യാനായിട്ട് പറ്റും. മീഷോ വഴി സെല് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ മീഷോ സപ്ലയർ ത്രൂ ആയിരിക്കും നമ്മൾ സെല് ചെയ്യുന്നുണ്ടാവുക. ഇതിൽ നമ്മൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി ചാർജും കമ്മീഷൻ ഫീസോ ഒന്നും ഉണ്ടാവത്തില്ല. ഇതിൽ രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഇതിലൂടെ സെല് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു ഫ്ലിപ്കാർട്ട് സപ്ലയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസും ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെല് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോക്കൽ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ സെല് ചെയ്യാം. അത് കുറച്ചുകൂടെ ബൾക്കായിട്ട് ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സെല് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ 2 വേസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യുന്നത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഈ ഒരു ക്ലിപ്പിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിന് ചിലപ്പോൾ ഒരു 390 റുപ്പീസിന്റെ വർത്തൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളത് കുറച്ചുകൂടെ വില കൂട്ടി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലാഭം കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം നമ്മൾ വാങ്ങുന്ന സാധനത്തിന് തന്നെ ഒരു പെർട്ടിക്കുലർ ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ കൂട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടേതായ ഒരു ലാഭം നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അടിപൊളിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് നമ്മൾ സെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് നടക്കും. ഇതാകുമ്പോൾ നമുക്ക് വലിയ ചിലവും ഇല്ല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, ഈസി ആയിട്ട് സെല് ചെയ്യാനും പറ്റും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരുടെയും ഒരു ഫാഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബാഗി ടീഷർട്ട്സ് പോലത്തെ ഐറ്റംസ് ഒക്കെ ആണല്ലോ. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് വാല്യൂ കിട്ടുന്ന ഒരു പ്രോഡക്റ്റും ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ഇനിയും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഓക്കെ, ബൈ.